ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലിമിറ്റ്സ് ഓഫ് സീക്വൻസസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്സിലോൺ ആൻഡ് ഡെഫിനിഷൻ ഓഫ് സീക്വൻസസ് പറഞ്ഞതാണ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ്. ദാറ്റ് മീൻസ് അപ്സിലോൺ ആൻഡ് ഡെഫിനിഷൻസ്. അതുപോലെ അപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഫോർ ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ പ്രീവിയസ്ലി പഠിച്ചതാണ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം ഡെഫിനിഷൻസ് തന്നെയാണ് വരുന്നത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ് ഈസ് സിമിലർ ടു ദി പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ്. സോ നമുക്ക് ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ് നോക്കാം. സപ്പോസ് ദാറ്റ് ദ സീക്വൻസസ് a1, a2 etc. and b1, b2 etc. are convergent and that c is a constant. ഇവിടെ എ എന്ന് പറഞ്ഞ സീക്വൻസും ബി എന്ന് പറഞ്ഞ സീക്വൻസും എന്താണ്? കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. ആൻഡ് സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ ദി ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് ബി എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ. ദാറ്റ് മീൻസ് എ എൻ പ്ലസ് ബി എൻ എന്ന് പറഞ്ഞ സീക്വൻസിലെ ലിമിറ്റ് കാണാൻ നമുക്കതിനെ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. Then the second property is limit n tends to infinity c into a n, where c is a constant which is equal to the c into limit n tends to infinity a n. That means നമുക്ക് സീക്വൻസിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതിൻ്റെ ലിമിറ്റാണ് കാണാൻ പറഞ്ഞതെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തെടുത്ത് എഴുതാൻ പറ്റും. എന്നിട്ട് ലിമിറ്റ് കണ്ടാൽ മതി. തേർഡ് വൺ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു ബി എൻ. ഇവിടെ രണ്ട് സീക്വൻസ് മൾട്ടിപ്പിൾ ചെയ്തതിൻ്റെ ലിമിറ്റ് കാണാനാണ് പറഞ്ഞത്. ഇത് ഏതിന് ഈക്വൽ ആണ്? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ. ദാറ്റ് മീൻസ് രണ്ട് സീക്വൻസിൻ്റെയും ലിമിറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതും രണ്ട് ലിമിറ്റ് മൾട്ടിപ്പിൾ ചെയ്ത് അതിൻ്റെ ലിമിറ്റ് കാണുന്നതും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. The fourth property is if limit n tends to infinity bn not equal to 0 and bn not equal to 0 for all n, then limit n tends to infinity an by bn is equal to limit n tends to infinity an divided by limit n tends to infinity bn. That means ഈ ഡിനോമിനേറ്ററിലുള്ള ലിമിറ്റ് n tends to infinity bn നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് n tends to infinity an by bnനെ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ലിമിറ്റ് n tends to infinity bn നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. Next property, if f is continuous at limit n tends to infinity a n, then limit n tends to infinity f of a n is equal to f of limit n tends to infinity a n. That means f എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അറ്റ് n tends ലിമിറ്റ് n tends to infinity a n എങ്കിൽ നമുക്ക് ലിമിറ്റ് n tends to infinity f of a n-നെ എങ്ങനെ എഴുതാം? എഫ് പുറത്തെടുത്തിട്ട് എ എൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. ഇത് നമ്മൾ പല പ്രോബ്ലത്തിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീസാണ്. ദാറ്റ് മീൻസ് ഇവിടെ എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ഫങ്ഷൻ ആയിരിക്കണം അറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. ഈ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സി വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ എന്നിൻ്റെ ടേംസ് ഇല്ല. സോ ഇത് എന്ത് തന്നെയായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു സി. സെവൻത്ത് വൺ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 by n-ൻ്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? 0ലേക്ക് അപ്രോച്ച് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n സ്ക്വയർ വന്നാലും അത് എന്ത് തന്നെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. 1 by n ക്യൂബ് ഇങ്ങനെ ഏത് വന്നാലും എന്നിൻ്റെ പവേഴ്സ് വന്നാൽ അത് 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ, ദെൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എന്നും എന്ത് തന്നെയായിരിക്കും? എൽ ആയിരിക്കും. ഓക്കെ, അതായത് എക്സ് വേരിയബിൾ ചേഞ്ച് ചെയ്തു എന്ന് വെച്ച് ലിമിറ്റ് ചേഞ്ചിങ് വരുന്നില്ല. ഇവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, അതിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എൽ ആണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എന്നും എൽ തന്നെ ആയിരിക്കും. വേരിയബിൾസിൽ നമുക്ക് ലിമിറ്റിൽ ചേഞ്ചസ് വരുന്നില്ല.
Next one, if mod r less than 1, then limit n tends to infinity r raised to n is equal to 0. ആറിൻ്റെ വാല്യൂ മോഡ് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ആറിൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ ലിമിറ്റ് n tends to infinity r raised to n is equal to 0. And if mod r greater than 1 or r is equal to -1, then limit n tends to infinity r raised to n does not exist. If മോഡ് ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ r is equal to -1 ആകുമ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത്രയാണ് നമുക്ക് ലിമിറ്റ്സ് ഓഫ് സീക്വൻസസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം 1, ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. First one is limit n tends to infinity n minus 1 divided by n. And second one is limit n tends to infinity 3n plus 1 into n minus 2 all divided by n into n plus 3. നമുക്ക് ഫസ്റ്റ് വൺ എടുത്ത് ചെയ്യാം. ഫസ്റ്റ് വൺ ഇവിടെ എന്താണ്? ലിമിറ്റ് n tends to infinity n-1/n ആണ്. ഇതിൻ്റെ ലിമിറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ n-1/n ആണ്. ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? n-1നെ n കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ലിമിറ്റ് n tends to infinity n/n. n/n എന്ന് പറയുമ്പം 1 വരും. മൈനസ് നെക്സ്റ്റ് 1/n. ഓക്കെ, അപ്പോൾ n-1നെ നമ്മൾ n കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. സോ 1 - 1/n ആയിട്ട് മാറി. ദെൻ ഇതിനെ ലിമിറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 1 മൈനസ് ലിമിറ്റ് n tends to infinity 1/n ആണ്. ഇവിടെ 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ലിമിറ്റ് n tends to infinity 1 എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. മൈനസ് ലിമിറ്റ് n tends to infinity 1/n. നേരത്തെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു ലിമിറ്റ് n tends to infinity 1/n എന്താണ്? 0 ആണ്. സോ 1 - 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ നമ്മുടെ ലിമിറ്റ് n tends to infinity n-1/n ഈസ് 1. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് n tends to infinity 3n plus 1 into n-2 divided by n into n plus 3 which is equal to limit n tends to infinity. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3n plus 1 into n-2 divided by n into n plus 3 ആണ്. ഇങ്ങനെ n tends to infinity വരുമ്പോൾ n-ൻ്റെ ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നപ്പോൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ ഫസ്റ്റ് ടേമിൽ നിന്നും ഒരു n പുറത്തെടുക്കുക. അതുപോലെ ഈ സെക്കൻഡ് ടേമിൽ നിന്നും n പുറത്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നിന്നും n-കളുടെ ടേംസ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നും 3n plus 1ൽ നിന്നും ഒരു n പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക? n ഇൻറ്റു 3n plus 1ൽ നിന്നുമാണ് എടുത്തത്. അപ്പോൾ 3nൽ നിന്നും n പോയാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 3. ദെൻ 1ൽ നിന്നും n എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? 1/n. ഓക്കെ, ഇനി n-2ൽ നിന്നും ഇതുപോലെ ഒരു n പുറത്തെടുക്കണം. അപ്പോൾ അവിടെ n പുറത്തെടുക്കുമ്പോൾ നമുക്ക് ആ n ഇൻറ്റു ഈ n എന്ന് പറയുമ്പോൾ എന്ത് വരും? n² എന്ന് വരും. ഓക്കെ, ഇനി ബാക്കി എന്താ ഉണ്ടാവുക? ഈ n-ൽ നിന്നും ഒരു n പുറത്തെടുത്താൽ 1 മൈനസ് 2ൽ നിന്നും n പുറത്തെടുക്കുമ്പോൾ 2/n ഡിവൈഡഡ് ബൈ ഇതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നിന്നും ഇവിടെ n ഓൾറെഡി ഉണ്ട്. ഇനി n+3ൽ നിന്നും ഒരു n പുറത്തെടുക്കുമ്പോൾ ആ n-ഉം ഈ n-ഉം കൂടി n² ആകും ഇൻറ്റു 1 + 3/n. സോ n²ഉം n²ഉം രണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താം? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 3 + 1/n into 1 minus 2/n divided by 1 + 3/n. ഇത് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 3
plus 1 by n into limit n tends to infinity 1 minus 2 by n divided by limit n tends to infinity 1 plus 3 by n, which is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് 1 ബൈ n. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 എന്ന് പറഞ്ഞാൽ 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 3 തന്നെയായിരിക്കും. ഇനി എന്താ ഉള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n അതെന്താണ് 0 ആയിട്ട് പോകും. അതുപോലെ ഇവിടെയും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ n ഉണ്ട്. ദാറ്റ് മീൻസ് 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ലിമിറ്റിൻ്റെ പുറത്തെടുത്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n വരും. ആ ടേമും 0 ആയിട്ട് പോകും. സിമിലർലി ഡിനോമിനേറ്ററിലും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 ബൈ n ഉണ്ട്. 3 കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തെടുത്താൽ 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n എന്ന് വരും. ആ ടേമും 0 ആയിട്ട് പോകും. സോ ബാക്കി എന്തേ ഉള്ളൂ ഇവിടെ ഒരു 3 ഉണ്ട്. 3 ഇൻറ്റു ഇനി അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഉണ്ട്. അതെന്ത് തന്നെയാണ് 1 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 വിച്ച് ഈസ് 1. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 ബൈ n ആണ്. അതൊക്കെ എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും. കാരണം എന്താണ് സിൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഈസ് 3. അപ്പം നമ്മുടെ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ. Next problem, evaluate the following limits. First one, limit n tends to infinity sine of pi n divided by 2n plus 1. And second one is limit n tends to infinity 3n square minus 2n plus 1 divided by n into n plus 1 minus n into n plus 2 divided by n plus 1 into n plus 3 all square. ഈ ഫംഗ്ഷന് ത്രൂ ഔട്ട് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് നോക്കൂ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലിമിറ്റ്സിൻ്റെ ഒരു സീക്വൻസ് കിടക്കുന്നത് അല്ലേ. ഇവിടെ സൈൻ ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെയോ ഓൾ സ്ക്വയർ. ദാറ്റ് മീൻസ് ഇതൊരു നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്നിൻ്റെ ടേംസ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് at limit n tends to infinity a n, then limit n tends to infinity f of a n is equal to f of limit n tends to infinity a n. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഫസ്റ്റ് വണ്ണിൽ എന്താണ് എഫ് എന്ന് പറയുന്നത് സൈനാണ്. അത് കണ്ടിന്യൂസ് ഓൺ റിയൽ നമ്പേഴ്സ് ആണ്. സോ ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ഓഫ് പൈ n ബൈ 2n പ്ലസ് 1 കാണുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കാണുക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. ദാറ്റ് മീൻസ് എ എൻ എന്ന് പറഞ്ഞാൽ പൈ n ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ആദ്യം കാണുക. എന്നിട്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റിൽ നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ n ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 കാണുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു n ഉണ്ട്. അതുപോലെ ഡിനോമിനേറ്ററിലും n-ൻ്റെ ടേംസ് ഉണ്ട്. സോ നമുക്ക് ത്രൂ ഔട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ പൈ ഡിവൈഡഡ് ബൈ 2n-നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 1-നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/n. സോ ഇവിടെ നമ്മുടെ പൈ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ബൈ 2 പ്ലസ് 1/n. ഏതിന് മാത്രമേ n ഉള്ളൂ ഈ 1/n-ലെ n ഉള്ളൂ. സോ ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും 0 ആയിട്ട് മാറും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കി എന്താ ഉള്ളത് പൈ ബൈ 2. അപ്പോൾ ഇതിൻ്റെ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. കാരണം എന്താണ് സിൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈസ് ഈക്വൽ ടു 0. ഓക്കെ.
സോ ഇതിൻ്റെ വാല്യൂ π/2 ആണെന്ന് കിട്ടി. സോ നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്താണ്? ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സോ സൈൻ എക്സ് എന്താണ്? ഫോർ ഓൾ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആണ്. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് function on R. ദാറ്റ് മീൻസ് റിയൽ നമ്പേഴ്സിൽ അതെന്താണ്? എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. Therefore, limit n tends to infinity sin of pi n divided by 2n plus 1 is equal to, സൈനെ നമുക്ക് എഫ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ലിമിറ്റ് n tends to infinity f of pi n divided by 2n plus 1 എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറി. ഇനി ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? എഫിനെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എഫ് ഓഫ് ലിമിറ്റ് n tends to infinity pi n divided by 2n plus 1. ഈ ലിമിറ്റ് n tends to infinity pi n divided by 2n plus 1 ഓൾറെഡി നമ്മൾ കണ്ടെത്തി. അതെന്താണ്? π/2 എന്ന് കിട്ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് π/2. എഫ് ഓഫ് π/2 എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് നമ്മൾ പറഞ്ഞു. സോ എഫ് ഓഫ് π/2 എന്ന് വെച്ചാൽ സൈൻ π/2. സൈൻ π/2ൻ്റെ വാല്യൂ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് വന്നാൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് n tends to infinity 3n² minus 2n plus 1 divided by n into n plus 1 minus n into n plus 2 divided by n plus 1 into n plus 3 all square. ഇതൊരു സം ഫംഗ്ഷൻ ഓൾ സ്ക്വയർ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് എക്സ് സ്ക്വയർ എടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ലിമിറ്റ് കാണുക. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ലിമിറ്റ് n tends to infinity 3n² minus 2n plus 1 divided by n into n plus 1 minus n into n plus 2 divided by n plus 1 into n plus 3 കാണുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് ലിമിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ഫംഗ്ഷനും ഇതൊരു ഫംഗ്ഷനും. അപ്പോൾ ഇതിനെ രണ്ട് ലിമിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് n tends to infinity 3n² minus 2n plus 1 divided by n into n plus 1 minus limit n tends to infinity n into n plus 2 divided by n plus 1 into n plus 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ലിമിറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ 3n² ആണുള്ളത്. സോ ഈ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് n² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ഈ എന്നിൻ്റെ ടേംസ് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും മാറിയിട്ട് 1/n ടേംസ് വരുള്ളൂ. 1/n വന്നാൽ മാത്രമേ നമുക്ക് ലിമിറ്റ് n tends to infinity 1/n എന്താണ്? 0 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് നേരിട്ട് ലിമിറ്റ് കാണാൻ പറ്റും. സോ ആ 1/n ടേംസ് വരാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് n² n³ n ഇങ്ങനത്തെ ടേംസ് പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഹയസ്റ്റ് പവർ ഏതാണോ ഉള്ളത് ആ ടേംസ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ n² എന്ന് പറയുന്നതാണ് എന്നിൻ്റെ ഹയസ്റ്റ് പവർ ആയിട്ടുള്ളത്. സോ ഈ ടേംസിനെ നമ്മൾ കംപ്ലീറ്റ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 3n² n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. മൈനസ് 2n n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/n എന്ന് വരും. പ്ലസ് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ 1/n² ഡിവൈഡഡ് ബൈ
n ഇൻറ്റു n പ്ലസ് വണ്ണിനെ നമുക്ക് n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ ത്രൂ ഔട്ട് n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ എന്നും n സ്ക്വയറിലെ ഒരു എന്നും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ n എന്നേ ഉണ്ടാവുള്ളൂ. സോ n പ്ലസ് വണ്ണിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 പ്ലസ് 1 ബൈ n മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെയും എന്നിനെ ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n സ്ക്വയർ എന്ന് പറഞ്ഞ ടേമാണ് വരിക അല്ലേ, n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിലും n പ്ലസ് വൺ ഇൻറ്റു n പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്കിവിടെ n സ്ക്വയറിൻ്റെ ടേംസ് വരുന്നുണ്ട്. സോ ഇവിടെയും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും രണ്ടിനെയും എന്ത് ചെയ്യുക, n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ n ഇൻറ്റു n പ്ലസ് വണ്ണിനെ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എന്നും ഡിവൈഡ് ചെയ്യുന്ന n സ്ക്വയറിലെ ഒരു എന്നും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n ആണ് ഉണ്ടാവുക. അതെന്താ വരിക, എന്നിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ബൈ n ഡിവൈഡഡ് ബൈ ഇവിടെ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ n സ്ക്വയർ ആണ്. സോ n പ്ലസ് വണ്ണിനെ ഒരു n കൊണ്ടും n പ്ലസ് 3നെ മറ്റേ n കൊണ്ടും, അതായത് n സ്ക്വയറിനെ നമ്മൾ n ഇൻറ്റു n എന്ന് മാറ്റി എഴുതുന്നു, എന്നിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ n പ്ലസ് വണ്ണിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 പ്ലസ് 1 ബൈ n ഇൻറ്റു n പ്ലസ് 3നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 3 ബൈ n. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിനെ n സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഒരു എന്നിനെ കൊണ്ട് നമ്മൾ n പ്ലസ് വണ്ണിനെ ഡിവൈഡ് ചെയ്യുന്നു, മറ്റേ എന്നിനെ കൊണ്ട് n പ്ലസ് 3നെയും ഡിവൈഡ് ചെയ്യുന്നു. സോ ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n 1 ബൈ n സ്ക്വയർ. ഇതൊക്കെ എന്താണ് നമുക്കറിയാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എന്നിൻ്റെ വാല്യൂ എന്താ, 0 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n സ്ക്വയറിൻ്റെ വാല്യൂം എന്ത് തന്നെയാണ്, 0 ആണ്. സോ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ n എന്നുള്ളത് 0 ആയിട്ട് പോകും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n സ്ക്വയറും 0 ആയിട്ട് പോകും. സിമിലർലി ഇവിടെയും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഉണ്ട്, 0 ആയിട്ട് പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 3 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 3 ബൈ 1 മൈനസ് ഇവിടെയോ, ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ n കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും, ഈ ടേം 0 ആകും. അതുപോലെ ഇവിടെ ഈ ടേം 0 ആകും, ഈ ടേം 0 ആകും. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 വിച്ച് ഈസ് 1. ദാറ്റ് മീൻസ് 3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ റിയൽ നമ്പേഴ്സ്, വിച്ച് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ. ഇവിടെ നമുക്ക് ഏതിൽ മാത്രം കണ്ടിന്യൂസ് ആയാൽ മതി, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ത്രൂ ഔട്ട് റിയൽ നമ്പേഴ്സിൽ കംപ്ലീറ്റ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. സോ 2ലും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. സോ നമുക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ലിമിറ്റ് കാണാനല്ലേ പറഞ്ഞത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം മാതിരിയല്ലേ ഉള്ളൂ. സോ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം, എഫ് എന്ന് കൊടുക്കാം. സോ എഫ് ഓഫ് 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3. ഓക്കെ, അപ്പോൾ ഈ എഫിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ ഈ സ്ക്വയർ പോകും. കാരണം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്ത് ഏതെടുക്കാം, ഫംഗ്ഷനെ എടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ
n into n plus 1 minus n into n plus 2 divided by n plus 1 into n plus 3. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ എന്താ കണ്ടുവച്ചിട്ടുണ്ട് ഇല്ലേ? ഇതിൻ്റെ ലിമിറ്റ് എന്തായിരുന്നു? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n² മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കംപ്ലീറ്റ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? 2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് കിട്ടും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² ആണ്. ദെയർഫോർ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2² വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. സോ ഇങ്ങനെ എഫ് ഓഫ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ട് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എ എന്ന് പറഞ്ഞ് വരുന്നതിൻ്റെ ലിമിറ്റ്സുകൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം 3. പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് r ഗ്രേറ്റർ ദാൻ 1 ആൻഡ് 1 ഇഫ് r ഇസ് ഈക്വൽ ടു 1 ആൻഡ് 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 1. ദാറ്റ് മീൻസ് ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n-ൻ്റെ ലിമിറ്റുകൾ ഈ 3 വാല്യൂസുമാണ് r-ന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമുക്ക് 3 കേസസ് ആയിട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്. r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, r ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ, r 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാകുമ്പോൾ. ഓക്കെ, സോ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ r ഗ്രേറ്റർ ദാൻ 1 എടുക്കുന്നു. ഫസ്റ്റ് ലെറ്റ് r ഗ്രേറ്റർ ദാൻ 1, r-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് എടുക്കുന്നു. ദെൻ r ഇസ് ഈക്വൽ ടു 1 പ്ലസ് സം ഇൻറ്റിജർ വാല്യൂ ഓർ സം റിയൽ നമ്പർ എന്ന് എഴുതാലോ നമുക്ക് ഇല്ലേ? r ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് r ഇസ് ഈക്വൽ ടു 1 പ്ലസ് s എന്ന് എഴുതുന്നു. where s is greater than 0, where s is greater than 0, s greater than 0 ആയിട്ടുള്ള ഒരു റിയൽ നമ്പറാണ്. ദെൻ നമ്മളിവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നു. ദെൻ ബൈ ബൈനോമിയൽ എക്സ്പാൻഷൻ r raised to n is equal to, r-നെ നമുക്ക് 1 പ്ലസ് എസ് എന്ന് എഴുതി. സോ 1 പ്ലസ് എസ് ഓൾ റേസ് ടു n എന്ന് വരും. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ്, അതായത് 1 റേസ് ടു n-നെ നമുക്ക് 1 പ്ലസ് എൻ എസ് പ്ലസ് വേറെയും ടേംസ് ഉണ്ടാവും. ആ ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എസിൻ്റെ ഹയർ പവേഴ്സിൻ്റെ പോസിറ്റീവ് ടേംസ് ആണ് ഇവിടെ ഉണ്ടാവുക. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പോസിറ്റീവ് ടേംസ് with higher powers of s. Higher powers of s. എസ്സിലെ ഹയർ പവേഴ്സിൻ്റെ ടേംസ് ആണ് ഇവിടെ ഉണ്ടാവുക. സോ നമുക്ക് എന്ത് പറയാം? r raised to n ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എൻ എസ് എന്ന് പറയാലോ. ഈ ടേംസ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ r raised to n എന്താകും? ദെൻ r raised to n ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എൻ എസ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം n-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എൻ എസിൻ്റെ വാല്യൂവും എന്ത് തന്നെയായിരിക്കും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ആൻഡ് എൻ എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എൻ എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഹെൻസ് r raised to n-ൻ്റെ വാല്യൂ എന്താകും? n-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എൻ എസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് 1 പ്ലസ് എൻ എസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ വാല്യൂസ് ആണ് r raised to n. സോ n-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ r raised to n-ൻ്റെയും വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഹെൻസ് നമുക്ക് എന്താ പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r raised to n ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതല്ലേ ഫസ്റ്റ് കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. r-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r raised to n ഇൻഫിനിറ്റി ആണെന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. നെക്സ്റ്റ് r-ൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വെൻ r is equal to 1, r-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ
ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോർ എനി എൻ ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂം എന്തായിരിക്കും? 1 ആയിരിക്കും. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ. എന്നിൻ്റെ വാല്യൂ എന്തായാലും ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂം 1 ആയിരിക്കും. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എന്നും എന്ത് തന്നെയായിരിക്കും? ഏതൊരു എൻ എടുത്തു കഴിഞ്ഞാലും ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ 1 ആണ്. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതല്ലേ നമുക്ക് സെക്കൻഡ് കേസ് പ്രൂവ് ചെയ്യാനുള്ള. ആറിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ 1 ആയിരിക്കും. ഇനി തേർഡ് കേസാണ്. തേർഡ് കേസ് എന്ന് പറയുന്നത് വെൻ ആർ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ദാറ്റ് മീൻസ് വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 1. ഇതിൽ തന്നെ നമ്മൾ 2 കേസായിട്ട് എടുക്കുന്നു. ആറ് ഈക്വൽ ടു 0 ആകുന്ന കേസ് എടുക്കുന്നു. ഇഫ് ആർ ഈക്വൽ ടു 0 ദെൻ ആർ റേസ് ടു എൻ എന്തായിരിക്കും? ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആർ റേസ് ടു എൻ ഫോർ എനി എൻ ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എന്നിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ആർ റേസ് ടു എൻ 0 ആയിരിക്കും ഇഫ് ആർ ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്തായിരിക്കും? ആർ 0 ആകുമ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എന്നും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ 0 ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുമ്പോഴും ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് കേസ് സെക്കൻഡ് കേസ് എടുക്കുന്നു. ലെറ്റ് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ 1. ദെൻ ആർ എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. 1/r എന്തായിരിക്കും? 1/r. 1/rൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ 1/rനെ നമ്മൾ റോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ റോ ഇസ് ഈക്വൽ ടു 1/r വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തി. റോ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മൾ ഫസ്റ്റിൽ എന്തായിരുന്നു പറഞ്ഞത്? ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു? അല്ലേ? ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ദെൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? റോ ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി റോ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, therefore limit n tends to infinity r raised to n. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു റോ ഈസ് ഈക്വൽ ടു 1/r ആണെങ്കിൽ r ഈസ് ഈക്വൽ ടു എവിടുന്ന് എന്ത് കിട്ടും? അതായത് റോ ഈസ് ഈക്വൽ ടു 1/r. ദാറ്റ് ഇംപ്ലൈസ് r ഈസ് ഈക്വൽ ടു 1/ρ. ദാറ്റ് മീൻസ് r raised to n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/ρ raised to n. സോ ഈ r raised to n പകരം നമുക്ക് എന്ത് കൊടുക്കാം? ലിമിറ്റ് n tends to infinity 1/ρ raised to n. By the properties of limits we can write which is equal to limit, that means limit n tends to infinity 1/ρ raised to n ആണ്. That means 1 limit n tends to infinity ρ raised to n. ലിമിറ്റ് n tends to infinity റോ റേസ് ടു n എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 1/∞ ഫോം. ദാറ്റ് മീൻസ് 1/∞ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ലിമിറ്റ് n tends to infinity r raised to n ഈസ് ഈക്വൽ ടു 0 വെൻ r ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, അപ്പോൾ ഇത് നമ്മളും 3 കേസും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് പറയാം? therefore ലിമിറ്റ് n tends to infinity r raised to n is equal to ഇൻഫിനിറ്റി കിട്ടിയ ഏത് കേസിലായിരുന്നു? ഇഫ് r is greater than 1 and 1 കിട്ടിയതോ ഇഫ് r is equal to 1 and 0 കിട്ടിയത് ഏത് കേസിലായിരുന്നു? ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴും അതുപോലെ ആറിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാകുമ്പോൾ. ദാറ്റ് മീൻസ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ,
അപ്പോൾ ഇന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സീക്വൻസസിൻ്റെ ലിമിറ്റ്സ് കാണുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ചില പ്രോപ്പർട്ടീസ്, അതായത് പവർ റൂളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിമിറ്റ്സ് കാണുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.